يا حبيب الله أول ما إذا رأيت رجوة محمدا بدريلو بدريلو نور كانوا ويد الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب അതിലൂടെ നിങ്ങൾക്ക് വലിയ കാരുണ്യമാണ്, വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല ചെയ്തത്. ആ പ്രവാചകന ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? യുസക്കീഹിം, സമൂഹത്തിനെ നന്നാക്കിയെടുക്കുന്ന പ്രവാചകൻ, അവർക്ക് മനുഷ്യത്വം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ, സ്നേഹം എന്താണ് എന്ന്, കാരുണ്യം എന്താണ് എന്ന്, മാനവികത എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന, കൃത്യമായി മനുഷ്യനാക്കി മാറ്റുന്ന പ്രവാചകൻ എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങൾ ജീവിച്ച ആ കാലഘട്ടത്തിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഡാർക്ക് ഏജ് എന്നോ അല്ലെങ്കിൽ അന്ധകാര നിബിഡമായ ഒരു കാലമെന്നോ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ കാട്ടറബികൾ എന്ന് പലപ്പോഴും പരിചയപ്പെടുത്താറുണ്ട്. അത്രയും വളരെ മോശമായ ജീവിത ചുറ്റുപാടുകളായിരുന്നു അന്നക്കാലത്തുണ്ടായിരുന്നത്. പരസ്പരം സ്നേഹിക്കാൻ അറിയില്ല. ചെറിയൊരു ഉറുമ്പിനെ കൊല്ലുന്നതിന് സമാനമായി പരസ്പരം കഴുത്തറുക്കുന്നതിനെയും കൊല ചെയ്യുന്നതിനെയും കണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. പെൺകുട്ടികൾക്കോ സ്ത്രീ സമൂഹത്തിനോ തീരെ വിലയില്ലാത്ത, തീരെ പരിഗണനയില്ലാത്ത ഒരു സമൂഹമായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ നിലക്കുള്ള തിന്മകൾ മുഴുവനായി ഗ്രസിച്ചു പോയിരുന്ന ഒരു സമൂഹമായിരുന്നു. അവർക്ക് സത്യം എന്താണെന്ന് അറിയില്ല, സ്നേഹം എന്താണെന്ന് അറിയുമായിരുന്നു.